ഗൈസ് അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വെട്ടുകാട് പോവുകയാണ്. നമ്മൾ ലാസ്റ്റ് കോളേജ് ടൈമിനാണ് വെട്ടുകാട് പോയത്. അതിനുശേഷം കുറേ ഗ്യാപ്പായി. പിന്നെ ഇപ്പോഴാണ് വെട്ടുകാട് പോകാൻ പറ്റിയത്. അതും ഇപ്പം വെട്ടുകാട് ഉത്സവം കൂടിയാണ്. അങ്ങനെ ഈ വട്ടം നമ്മുടെ ട്രിപ്പിൽ നമ്മൾ 3 ഗേൾസ് അല്ല, ചക്കിയുടെ കസിനായ മാളുവും കൂടിയുണ്ട്. അങ്ങനെ നമ്മളിന്ന് നൈറ്റ് ഫുൾ ഔട്ടിംഗ് ആണ്. വെട്ടുകാടായിരിക്കും ഇന്ന് നൈറ്റ് ഫുൾ. പിന്നെ അതിന് ശേഷം നമ്മൾ ആദ്യം വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം മാതാവിനെ കാണാൻ പോയി. മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മെഴുകുതിരി മേടിക്കാൻ പോയി. ഡുണ്ടുവിന് മെഴുകുതിരി മേടിക്കണമെന്ന് പറഞ്ഞിരുന്നത്. മെഴുകുതിരി മേടിച്ചിട്ട് നമ്മളത് കത്തിക്കാനാണ് ആദ്യം പിന്നെ പോയത്. അവിടെ ചെന്ന് നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ടും കൂടി പോകാമെന്ന്. പിന്നെ നമ്മൾ അകത്ത് കയറി പ്രാർത്ഥിച്ച് പിന്നെ നൈറ്റ് ആയപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പള്ളി ഇത്രയും ഒരു DJ വൈബിലൊക്കെ കാണുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല നൈറ്റിൽ. പിന്നെ ചക്കിക്ക് മണ്ണ് കണ്ടപ്പോൾ പിന്നെ കിടന്ന് ഇളവി, അവിടെ കിടന്ന് ഫുൾ ഓട്ടോ ആയി. പിന്നെ നമ്മളെയും പിടിച്ചൊലിച്ചുകൊണ്ട് ഓട്ടിച്ച്. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് കണ്ടിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ കുറേ സാധനങ്ങളും ബേക്കറീസും കളിപ്പാട്ടങ്ങളൊക്കെ കാണാൻ പോയി. അതിന് ശേഷം നമ്മൾ ബീച്ചിൽ പോയി. ബീച്ചിൽ പോയപ്പോൾ പാട്ടൊക്കെ കേട്ട് എനിക്ക് നല്ല വൈബിങ് ഒക്കെ ആയിരുന്നു പാട്ടിൻ്റെ താളത്തിൽ. പിന്നെ നമ്മൾ അതിന് ശേഷം കോളിഫ്ലവർ കഴിക്കാൻ പോയി. പിന്നെ നമ്മൾ ഐസ്ക്രീം കുടിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ ബേസ്മെൻറ്റിലുള്ള ഹിഡൻ പ്ലേസിൽ പോയി പള്ളിയുടെ പണ്ടത്തെ ഹിസ്റ്ററിയൊക്കെ കുറേ കറങ്ങി കണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് പോയ ശംഖുവം ബീച്ചായിരുന്നു. ഞാനങ്ങനെ ശംഖുവം ബീച്ച് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അവിടെ പ്രതിമ മത്സ്യകന്യകയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഒരു കന്യക എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് പേരൂർക്കട ഫുഡ് അടിക്കാനാണ് പോയത്. നമ്മൾ പേരൂർക്കട ചെന്നിട്ട് 70 രൂപയ്ക്കുള്ള ചിക്കൻ നൂഡിൽസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് മേടിച്ച് നല്ല ടേസ്റ്റി ആയിരുന്നു, ബർത്തുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് രാമേന്ദ്രയിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് വീട്ടിൽ പോയി. ഓക്കെ, ബൈ.